ബാത്റൂമിൽ ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ പണി കിട്ടും. നിങ്ങൾക്ക് അറിയാൻ പറ്റും, സാധാരണയായിട്ട് വീടൊക്കെ പണിയുന്ന സമയത്ത് വീടിന്റെ എല്ലാ ഏരിയകളും കറക്റ്റായി ഡിസൈൻ ചെയ്യും, ബാത്റൂം കറക്റ്റായി ഡിസൈൻ ചെയ്യാറില്ല. ബാക്കിയുള്ള ഈ ഏരിയക്ക് അനുസരിച്ച് എന്താ പറയുക ഒപ്പിച്ചാക്കുന്ന പരിപാടികളാണ് ഈ ബാത്റൂമിൽ കാണാറുള്ളത്. പോരാഞ്ഞിട്ട് നമ്മൾ ബെഡ്റൂം ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് അളവ് ശരിയായിട്ടില്ലെങ്കിൽ അതുകൂടി ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ടോയ്ലറ്റിൽ നിന്നും അതായത് ബാത്റൂമിൽ നിന്നൊക്കെ പിടിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന നാട്ടിൽ കാണുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരും. ഞാനിവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഒക്കെ ആയിട്ട് ചെയ്യുന്ന ബാത്റൂമിനെ കുറിച്ചല്ല, കൺജസ്റ്റഡ് ആയിട്ട് ചെറിയ ബാത്റൂമുകൾ വേണ്ടത്ര സൗകര്യമില്ലാത്ത ബാത്റൂമിനെ കുറിച്ചാണ്. ഇവിടെ കൂടെ കാണാൻ പറ്റും ഈ ഷവർ ഏരിയ ഇവിടെ നമുക്ക് വെറ്റ് ഏരിയ ആയിട്ട് തിരിക്കാം, അതേപോലെ തന്നെ ബാക്കി ഒരു ഡ്രൈ ഏരിയ ആയിട്ടൊക്കെ തിരിക്കാം. ഇപ്പൊ ഇതിലൂടെ കയറിയിട്ട് നമുക്ക് ഷവർ ഏരിയയിലോട്ട് വരുമ്പോൾ ഇപ്പൊ ഇവിടെ കുളിക്കുന്ന ഇവിടെ ചെറിയ ഏരിയ ഉണ്ടെങ്കിൽ ഇവിടെ കുളിക്കുന്ന സമയത്ത് ഇവിടെ നാട്ടിലെ ആൾക്കാർക്കുണ്ടല്ലോ, ഇവിടെ കുളിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ WC അതേപോലെ തന്നെ ഈ ലഡ്ജ് വാള് ഒക്കെ വൃത്തികേടാവും, ഈ ചുമരും വൃത്തികേടാവും. ഇവിടെ വരുന്ന സമയത്ത് ചെറിയ ബാത്റൂമുകളാണ് പ്രശ്നം പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതാ ഇത് സാധാരണയായിട്ട് വലിയ ബാത്റൂമുകളൊക്കെ ആണെങ്കിൽ ഷവർ പാർട്ടീഷനോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ചെറിയ ബാത്റൂമിൽ ഷവർ പാർട്ടീഷനോ കാര്യങ്ങൾ യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഇതാണ് ഈ പ്രശ്നം വരുന്നത്, ഇവിടെ തെറിക്കുന്ന പ്രശ്നം. കാരണം ചെറിയ വീടുകളൊന്നും ചിലപ്പോൾ ഷവർ പാർട്ടീഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ ആ വെറ്റ് ഏരിയ സെപ്പറേറ്റ് വെച്ച് ചെയ്യാറുമില്ല. നമുക്ക് അങ്ങനെ ഷവർ പാർട്ടീഷൻ ഒന്നും ചെയ്യാത്ത ഏരിയകൾ, അതേപോലെ തന്നെ വെറ്റ് ഏരിയ പറഞ്ഞമാർക്ക് സെപ്പറേറ്റ് ആക്കി ഇടാൻ പറ്റാത്ത ചെറിയ ബാത്റൂമുകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നേരെ അതിന്റെ ഓപ്പോസിറ്റ് ചുമരിലോട്ട് ഈ പറഞ്ഞമാർക്ക് നമുക്ക് ഷവറിന്റെ ഇത് കൊണ്ടുവരാം, ഏരിയ കൊണ്ടുവരാം. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് പറഞ്ഞായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ള ഇതിലോട്ട് WC ഇതിലോട്ട് തെറിക്കുകയും ചെയ്യില്ല. അതുപോലെ തന്നെ കുറെ സ്പേസസ് ആയി ഫീൽ ചെയ്യുകയും ചെയ്യും. നേരെ മറിച്ച് നമുക്ക് ഈ പറഞ്ഞമാർക്ക് ഈ ഏരിയയിലോട്ട് വെക്കുകയാണെങ്കിൽ ഇവിടെ കൺജസ്റ്റഡ് ആയി ഫീൽ ചെയ്യും. ഇങ്ങോട്ട് വരികയാണെങ്കിൽ വരുന്ന സമയത്ത് തന്നെ ഈ സ്പേസ് ഫുള്ളായിട്ട് ഫ്രീ ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു അവിടെ ഒരു എന്താ പറയാ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് കുളിക്കുന്ന ഫീലിംഗ് വരില്ല, നല്ലൊരു സ്പേസസ് ആയി ഫീൽ ചെയ്യും ബാത്റൂം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഏരിയകൾ ഇപ്പൊ ഷവർ ഏരിയ എത്ര വേണം, അതേപോലെ തന്നെ WC ഏരിയ എത്ര വേണം, അതേപോലെ തന്നെ വാഷ് ബേസിന്റെ ഏരിയ എത്ര വേണം, ഇതൊക്കെ ഒരു കോഡിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മിനിമം ഇത്ര വേണം. അതിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, പക്ഷെ മിനിമം എന്നുള്ളൊരു അളവുണ്ട്. ആ മിനിമം കീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ പല ഏരിയകളും കൺജസ്റ്റഡ് ആയി വരുന്നത്. ഇത് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് MS എന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പേഴ്സണൽ ആയിട്ട് ഒന്ന് വിട്ടുതരാം. ഓക്കെ, അപ്പൊ ഈ ഏരിയകൾ എത്ര എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി MS. താങ്ക് യു.